വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റൂട്ടീൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നവരാത്രിയൊക്കെ ആയിരുന്നുകൊണ്ട് ആ സമയത്ത് ഞാനും പാത്തും കൂടെ നൊയമ്പൊക്കെ എടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ കുളിച്ചൊക്കെ വന്ന് പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ട് അങ്ങനെ നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ. ആ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ അതിനുശേഷം പിന്നെ പതുക്കെ അടുക്കളയിലേക്ക് വന്നാണ്. ഞാനൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ജോലികളൊക്കെ തീർത്ത് ഫ്രീ ആകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഞാൻ നേരത്തെ ഒന്ന് എഴുന്നേറ്റായിരുന്നു. അങ്ങനെ എണീറ്റിട്ട് ഇതാ കുടിക്കാനായിട്ടുള്ള വെള്ളം ആദ്യം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചായ വെക്കണം. അപ്പോൾ ചായ വെക്കുവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പാല് കുടിക്കാനാണ് 2 നേരം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ പാല് ഭയങ്കര മടിയാണ് കേട്ടോ. അതും ഹോർലിക്സ് ഇട്ട് കുടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസമാണ് ഞാൻ ഹോർലിക്സ് ഇട്ട് കുടിച്ചത്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല അതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ട് പാല് കൂടുതൽ ഒഴിച്ചിട്ട് ചായ ആയിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. വല്ലപ്പോഴുമാണ് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കുക. എന്തോ അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഒന്നും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ചായ ആയിട്ട് കുടിക്കുന്നത്. അപ്പോൾ ഇതാ ഇഞ്ചിയും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് ചതച്ചിട്ട് ചായ എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ വാൾനട്ടും ബദാം തലേന്ന് തന്നെ സോക്ക് ചെയ്യാനായിട്ട് ഇടും. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം അതും കൂടി ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഇതിനും കിച്ചണിൽ നിന്ന് ഏതാണ്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനും അങ്ങോട്ട് നോക്കുന്നത്. ഇന്നിപ്പോൾ ദാലും പാലക്കും കൂടെ കറി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കൈപ്പിടി നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ചെറിയ തക്കാളി, നല്ലോണം പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 കൈപ്പിടി പാലക്ക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാലക്കിൻ്റെ അളവ് ഒത്തിരി കൂടി കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ അതുപോലെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും, ഇത് വേവാനായിട്ട് ആവശ്യത്തിന് അത് നികക്കെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനൊരു 6 വിസിലൊക്കെ അടുപ്പിക്കും കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് എനിക്ക് ആ പരിപ്പ് നല്ലോണം വെന്ത് കിട്ടുക. അപ്പോൾ കുക്കറിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ അതങ്ങനെ വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കണം. അപ്പോൾ മുട്ടക്കറി അതിനിടയ്ക്കൂടെ ഞാൻ എപ്പോഴും റെസിപ്പി കാണിക്കുന്നതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതിനിടയ്ക്കൂടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കുക്കറിൽ വെച്ച പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതൊഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 നുള്ള് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 1 പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോഴേക്കും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഉടച്ചെടുക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ അത് അവിടെ ഉടച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തിയും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ ഒരല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റി ആ പൊടികളുടെ ഒരു പച്ചമണം മാറി 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പും പാലക്കും തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി എത്രത്തോളം വേണം എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ഇരിക്കും തോറും ഈ ഒരു കറി നല്ല പോലെ തിക്കായിട്ട് വരും കേട്ടോ. പരിപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ അത് ഇവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാൻ ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസാണ്. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിരുന്ന് ഇട്ട് കൊടുത്ത് 1 മിനിറ്റോളം അതൊന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുകയാണ്. സവോള ജസ്റ്റ് ഒന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു
1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണേക്കാട്ടും കുറച്ച് കുറവ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ പഴുത്ത 3 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലാകുന്നിടം വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നമ്മളിതിങ്ങനെ മൂടി വയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തക്കാളി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് ജീരകശാല റൈസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും വെന്ത് പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 70-80% നമ്മളത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്തെടുത്ത് വെള്ളം വാരാനായിട്ട് മാറ്റി വെച്ച് അതൊന്ന് തണുത്തതിന് ശേഷമാണ് ആ ചോറ് ഞാൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒട്ടിയൊന്നും പിടിക്കാത്ത നല്ല കറക്റ്റ് പാകത്തിനായിട്ട് നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ടും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. അപ്പോൾ പുട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ടക്കറി ദിനുവിന് കൊണ്ടുപോകാനായിട്ട് മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പാത്തും നോയമ്പായതുകൊണ്ട് ഞങ്ങൾക്ക് മുട്ട വേണ്ട. അപ്പോൾ ഇതാ പുട്ട് ദിനുവിനുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കും പാത്തുവിനും വേണ്ടിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കുന്നത് നേന്ത്രപ്പഴം അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചിരട്ടപ്പുട്ടിനകത്ത് തേങ്ങയിടും, അതുപോലെ പുട്ടുപൊടി ഇടും, നേന്ത്രപ്പഴം അരിഞ്ഞതിട്ട് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആവി കയറ്റുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പം മധുരം കൂടുതലായിട്ട് മധുരം വേണ്ടവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഞാനിപ്പോൾ അധികം മധുരമൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഒന്ന് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, സിമ്പിളായിട്ട് വേറെ കറികളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ നമുക്ക് പുട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അറിയത്തില്ലാത്തവർ. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് പുട്ടിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, കഴിക്കാനും പറ്റും. അപ്പോഴേക്കും പാത്തു ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദിനു ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. പുട്ടും ദാല് കറിയും അതുപോലെ മുട്ടക്കറി ഉണ്ട് ദിനുവിന്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ദിനു കഴിക്കുകയാണ്. അപ്പോൾ പാത്തു ആണെങ്കിൽ ഇങ്ങനെ വീഡിയോയിൽ നോക്കി എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അവധിയാണ്, നോയമ്പാണെന്നൊക്കെ കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ലഞ്ച് റെഡിയായി. ടൊമാറ്റോ റൈസ്, എഗ്ഗ് കറി, ദാലും പാലക്കും കറി, പിന്നെ മാങ്ങ അച്ചാറും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അമ്മ എന്ത് ചെയ്യുന്നു, അമ്മ ഇവിടെ ഇല്ല, അമ്മ നാട്ടിൽ പോയേക്കാണ് കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കാനൊക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ ഒരു ചെറിയൊരു സർജറിയൊക്കെ ചെയ്ത് ഇപ്പോൾ റെസ്റ്റിലാണ് കേട്ടോ അമ്മ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ അമ്മയ്ക്ക് ഇനി തിരിച്ച് വരാനായിട്ട് പറ്റുള്ളൂ. അമ്മയ്ക്ക് ആർത്രൈറ്റിസ് ആണ് കേട്ടോ. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അമ്മവാദം. അറിയാവുന്നവർക്കറിയാം, ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖാവസ്ഥയാണത്. ഭയങ്കര വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ഇപ്പം അമ്മയ്ക്ക് സർജറി ചെയ്ത് റെസ്റ്റ് വേണ്ട സമയമായതുകൊണ്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വരുള്ളൂ. എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അമ്മയ്ക്ക് അത്രയും വയ്യാഞ്ഞിട്ടും അമ്മ ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നത്. കാരണം പാത്തുവിനെയും ഒക്കെ വെച്ചിട്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കും വയ്യാണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ അമ്മമാർക്ക് നമ്മൾ മക്കൾക്ക് ഒരാവശ്യം വരുമ്പോഴത്തേക്ക് എത്ര വയ്യാന്ന് പറഞ്ഞാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇവിടെ വന്ന് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പം ഡേറ്റ് അടുത്ത് വരുന്നതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ടും പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ പതുക്കെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു. കാരണം പാത്തുവിനെ കുളിപ്പിച്ചിട്ടൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും പിന്നെയും ലേറ്റ് ആകും. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ കഴിച്ചു വന്നിട്ട് എന്നെ കുളിപ്പിച്ചിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാത്രങ്ങളുണ്ടായിരുന്നു കൂടെ പെട്ടെന്നൊന്ന് കഴുകി വെച്ചിട്ട് പാത്തുവിനെ കുളിപ്പിക്കാനായിട്ട് പോയി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് അവൾ ക്യാമറയിൽ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൾക്കും പുട്ടും നേന്ത്രപ്പഴവും കൂടെ കൊടുക്കുവാണ് കേട്ടോ. അപ്പം ഇപ്പോൾ പഠിക്കാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ, പൂജ വെച്ചേക്കാണ് പുസ്തകങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ടി വി കാണൽ, കാർട്ടൂൺ കാണലൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ അതാ പാത്തുവിന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ ബാക്കി കഴുകി വെച്ച് അവൾക്ക് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജോലികളും രാവിലെ തന്നെ തീർക്കാനായിട്ട് പറ്റും. ഞാൻ കൂടുതലും രാവിലെയാണ് കേട്ടോ ആക്റ്റീവായിട്ടിരിക്കുക. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ക്ഷീണം കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം രാവിലെ തന്നെ എൻ്റെ എല്ലാ ജോലികളും തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. എത്ര വയ്യെങ്കിലും കുറച്ച് നേരം കൂടെ കിടക്കാൻ
കിടക്കാമെന്ന് ഓർത്താൽ പോലും രാവിലെ ഞാൻ എണീക്കാനായിട്ട് നോക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മൊത്തത്തിൽ അങ്ങ് ക്ഷീണമായി പോകും. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ രാവിലെ തന്നെ എൻ്റെ എല്ലാ ജോലികളും തീർക്കുകയാണ്. പിന്നെ ഷീറ്റൊക്കെ മാറ്റി വിരിക്കണമായിരുന്നു, ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു. അതുപോലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കാറ്റ് കയറാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ബാംഗ്ലൂർ. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് നല്ല വെയിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാ ഷീറ്റെല്ലാം മാറ്റി വിരിച്ച് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. റൂമും ഹോളും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ പണികൾ തീർന്നപ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് നമുക്ക് മനസ്സിനും. പിന്നെ തുണി മടക്കാനായിട്ടുണ്ടായിരുന്നു, ഒക്കെ ഞാൻ മടക്കി എടുത്ത് വെച്ചു. തേക്കാൻ കൊടുക്കാനായിട്ടുള്ളതൊക്കെ സെപ്പറേറ്റ് കവറിലാക്കി തേക്കാനായിട്ടുള്ളതും മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള എല്ലാ ജോലികളും തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും എടുക്കാനായിട്ടും ഒക്കെ ഒരുപാട് സമയം കാണും നമ്മൾ നേരത്തെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇതാ ഈ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള മോർണിംഗ് റൂട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്